അറിയാവുന്ന ആള് തന്നെ അത് എടുത്തു മാറ്റിയത്. ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിന്നോട്, അനിതയുടെ സ്വർണം പണയം വെക്കാൻ പോയപ്പോ അച്ഛനോട് ആ സ്ഥാപനത്തിലെ സ്റ്റാഫ് പറഞ്ഞു കാണും, മകളെ കഴിഞ്ഞ ദിവസം വന്ന് അവളുടെ സ്വർണം എടുത്തെന്ന്. അപ്പോ അച്ഛൻ എന്റെ സ്വർണം അടിച്ചു മാറ്റിയെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? അച്ഛൻ അല്ലെങ്കിൽ അനിത. പക്ഷേ അവൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ എന്തിനാ ധനേട്ടാ എന്റെ ആഭരണം? സ്വന്തം മകളോട് അച്ഛൻ അങ്ങനെ ചെയ്യൂ? അച്ഛനെ, നിന്റെ ആഭരണം മോഷ്ടിച്ചതാണെന്ന് ഞാൻ പറയില്ല. നിന്റെ സ്വർണം പണയം വെച്ചിട്ടല്ല ഞാൻ സ്കൂട്ടർ വാങ്ങിയതെന്നേ അച്ഛന് തെളിയിക്കണം. ഈ വീട്ടിൽ വെച്ച് നിന്റെ സ്വർണം കളവ് പോയെന്ന് നീ പറഞ്ഞ അതേത് സ്വർണമാണെന്ന് അച്ഛൻ ചോദിക്കും. അല്ല, അപ്പൊ നിനക്ക് ഉത്തരം മുട്ടുമെന്നുള്ളത് കൊണ്ടാണല്ലോ അന്നേ നമ്മൾ സ്വർണം നഷ്ടപ്പെട്ട കാര്യം ആരോടും പറയാതിരുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും ധനേട്ടാ? എനിക്ക് എന്റെ സ്വർണം തിരിച്ചു വേണം. അച്ഛനാണ് എടുത്തെങ്കിൽ അത് ഈ വീട്ടിൽ തന്നെ കാണില്ലേ? ആ, കാണേണ്ടതാണ്. അച്ഛൻ കാണിച്ച അതേ പണി വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് കാണിക്കാം. അതിനെ പറ്റിയ സമയമിപ്പോ. അച്ഛനും ശബരി അനിതയൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല. ആ, അത് ശരിയാണല്ലോ. നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലോ ധനേട്ടാ? അതെങ്ങാനും കിട്ടിയ സുജാത ചേച്ചിയുടെ മോളുടെ കല്യാണത്തിന് എനിക്ക് അന്തസ്സോടെ പങ്കെടുക്കായിരുന്നു. ശരി. അല്ല, നീ വാ വസന്തി, നമുക്ക് പോയി നോക്കാം. ആ, മടിച്ചു നിൽക്കണ്ട, നീ വാ, നമുക്ക് പോയി നോക്കാം. നീ വാ. മാറ്. നോക്ക്. ആ, പിന്നെ വാസന്തിയെ ആ, ഒന്നിങ്ങനെ വാരി വിളിച്ചിടാതെ.